പ്രിയപ്പെട്ടവരെ, 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെന്റിന്റെ മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത് മുടങ്ങിക്കിടക്കുന്ന മുഴുവൻ പെൻഷൻ കുടിശ്ശിക തീർത്ത് 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ഓരോ വർഷം 100 രൂപ വെച്ച് അധികരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നുവെങ്കിൽ, രണ്ടാം LDF ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ എടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ ആദ്യത്തെ തീരുമാനം അതിദരിദ്രരില്ലാത്ത, അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെടുന്ന കേരളമാണ് നമ്മൾ സൃഷ്ടിക്കേണ്ടതെന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി താഴേക്ക് നടത്തിയ സർവകളുടെ അടിസ്ഥാനത്തിൽ, ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 60,000-ലേറെ ആളുകളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു. അവർക്ക് വേണ്ടുന്ന ID കാർഡ്, ആധാർ കാർഡ് തുടങ്ങിയ രേഖകൾ ഉൾപ്പെടെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതും, വീട് മെയിൻ്റനൻസ് ചെയ്യേണ്ടവർക്ക് വീട് മെയിൻ്റനൻസ് ചെയ്തും, സംരംഭങ്ങൾ ഉണ്ടാക്കേണ്ടവർക്ക് സംരംഭങ്ങൾ നൽകിയും, അവയവമാറ്റം ചെയ്യേണ്ടവർക്ക് അവയവമാറ്റം നടത്തിയും, അതോടൊപ്പം ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടവരെ അങ്ങനെ കൂടി ചെയ്തും, അവർക്ക് വേണ്ടുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ മാറ്റിവെച്ചുകൊണ്ട് വളരെ മനോഹരമായി അതിദാരിദ്ര്യത്തെ തുടച്ചു നിൽക്കാൻ നമ്മുടെ ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനകരമായ നേട്ടമാണ്. 2025 നവംബർ മാസം 1 അതിദാരിദ്ര്യർ ഇല്ലാത്ത കേരളം, അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെട്ട കേരളമായി നമ്മുടെ കേരളം അറിയപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ത്യയിലെ അതിദാരിദ്ര്യം തുടച്ചു നീക്കപ്പെടുന്ന ഒന്നാമത്തെ സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മാറാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണ്.